കൂടാതെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷത്തെ അരിത്മെറ്റിക് സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലറിക്കൽ പ്രിലിംസിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ലെവലിലുള്ള ഒരു 20 ക്വസ്റ്റൻ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റിനകത്തോട്ട് പോവാം. റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ് AB 3:4. എക്സ് വർഷം മുമ്പ് റേഷ്യോ 5:7 ആണ്. എക്സ് വർഷം കഴിയുമ്പോഴുള്ള സം 48 ആണ്. അതിനിടെ ബിയുടെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രസൻറ്റ് റേഷ്യോ 3:4 ആണ്. എക്സ് വർഷം മുമ്പുള്ള റേഷ്യോ 5:7 ആണ്. ഏജിൻ്റെ കേസിൽ ഏജ് എല്ലാവർക്കും ഒരേപോലെ കൂടുകയും കുറയുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ രണ്ടുപേരും നമ്മൾ ഏജ് ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 5:7 ആണെങ്കിൽ ഇവിടുത്തെ ഡിഫറൻസ് 2 അല്ലേ, താഴത്തെ ഡിഫറൻസ് 2 വരണമെങ്കിൽ എന്തായിരിക്കണം? 6:8 ആയിരിക്കണം. അപ്പോൾ നോക്കി, എക്സ് വർഷം മുമ്പ് 5:7 ഓരോ പാട്ട് വെച്ചല്ലേ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് വർഷം കഴിയുമ്പോഴും ഓരോ പാട്ടല്ലേ കൂടാൻ പാടുള്ളൂ. 7:9 ആയിരിക്കും റേഷ്യോ. ഓക്കെ, ഇനി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് എക്സ് വർഷം കഴിയുമ്പോഴുള്ള സം എത്ര? 48 ആണ്. 9 7 ആടിയുമ്പോൾ എത്ര? 16 പാട്ട് 48 ആണെങ്കിൽ ഒരു പാർട്ട് 3 അല്ലേ. ഒരു പാട്ട് 3 ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ബി എന്ന് പറയുന്നത് 3 × 8 24 ആയിരിക്കും. എങ്ങനെയുണ്ട് സാധനം? അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം നമുക്ക്. ക്വസ്റ്റിനെല്ലാം പെട്ടെന്ന് വായിച്ചു നോക്കുക. ആവറേജ് ഓഫ് 11 നമ്പേഴ്സ് 71. ആവറേജ് ഓഫ് ഫസ്റ്റ് 5 67. ആവറേജ് ഓഫ് ലാസ്റ്റ് 4 91.5. ആദ്യത്തെ 5, അവസാനത്തെ 4. 5 4 9. 2 നമ്പർ ബാക്കിയില്ലേ? ആ 2 നമ്പേഴ്സ് 6 7 ആണ്. അവരുടെ റേഷ്യോ 9:7 ആണെങ്കിൽ 6 നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് കുറച്ചും കണ്ടുപിടിക്കാം. ഓക്കെ, 6th നമ്പർ വേറൊരു കാര്യം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം നമുക്ക്. അതായത് 6th നമ്പർ റേഷ്യോ 9 പാട്ടല്ലേ, പക്ഷേ ഓപ്ഷനിൽ കിടക്കുന്ന എല്ലാം സം 9 ആണ്. ഇത് മാത്രം സം 9 അല്ല. ഓക്കെ, അപ്പോൾ ബാക്കി ഏത് വേണമെങ്കിലും പോസിബിളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടുത്തെ സം എത്രയായിരിക്കും? 781. ഇവിടുത്തെ സം എത്രയാണ്? 335. ഇവിടുത്തെ സം എത്രയായിരിക്കും? 364 2 366. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും 600 690 701. വ്യത്യാസം എന്ന് പറയുന്നത് എത്ര? 80 അല്ലേ. ആ 80നെ നമുക്ക് 9:7 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യണം. ഇതാണ് 6th, ഇതാണ് 7th. 16 പാർട്ട് 80, ഒരു പാർട്ട് 5. അപ്പോൾ 5 × 9 45 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ടെക്നിക്കൊന്നും അപ്ലൈ ചെയ്യാനില്ല. നമുക്ക് നേരെ അടുത്തതിനകത്തോട്ട് പോകാം. ഓക്കെ, കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് വരും, ഒന്നും ചെയ്യാനില്ല, പടപടയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ടോട്ടൽ ടൈം ടേക്കൺ ബൈ ബോട്ട് ടു കവർ 400 km ഡൗൺ സ്ട്രീം, 3 to 20 km അപ്പ് സ്ട്രീം ഈസ് 40 hours. 400 ഡൗൺ സ്ട്രീമിലും 300 അപ്പ് സ്ട്രീമിൽ പോകാൻ 40 മണിക്കൂർ വേണം. ഡൗൺ സ്ട്രീം സ്പീഡ് അപ്പ് സ്ട്രീം സ്പീഡിനേക്കാൾ 4 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 720 km ഡൗൺ സ്ട്രീം പോകാനുള്ള സമയം കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് ഓപ്ഷൻ ഇട്ട് കണ്ടുപിടിക്കാവേ. ലാസ്റ്റത്തെ ഓപ്ഷൻ 32 ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇടോ, ഡൗൺ സ്ട്രീം സ്പീഡ് അപ്പ് സ്ട്രീം സ്പീഡിനേക്കാൾ 4 കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ലേ. D - U എന്ന് പറഞ്ഞാൽ 2s ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടും എത്രയാണ്? 2 km/h. ഇനി ഞാൻ ഓപ്ഷൻ യൂസ് ചെയ്താണ് ഇത് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഡൗൺ സ്ട്രീം സ്പീഡ് അപ്പ് സ്ട്രീം സ്പീഡ് ഓപ്ഷനിൽ കിടക്കുന്നത് 720 ഡൗൺ സ്ട്രീമിൽ പോകാനുള്ള സമയമാണ്. അപ്പോൾ ഈ 720നെ ഈ ഓപ്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ 20 എന്ന് കിട്ടും ഡൗൺ സ്ട്രീം സ്പീഡ് അല്ലേ. ഡൗൺ സ്ട്രീം സ്പീഡ് 20 ആണെങ്കിൽ അപ്പ് സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? ഡൗൺ സ്ട്രീം സ്പീഡ് അപ്പ് സ്ട്രീമിനേക്കാൾ 4 കൂടുതലല്ല. അപ്പോൾ ഇത് 16 ആയിരിക്കും. ഇനി 400 ഡൗൺ സ്ട്രീമിലും 320 അപ്പ് സ്ട്രീമിലും പോകാനുള്ള ടോട്ടൽ ടൈം 40 hours ആണെങ്കിൽ ഈ ഓപ്ഷൻ ശരിയാണ്. 400/20 ചെയ്താൽ 20 hours. 320/16 ചെയ്താലും 20 hours. 20 + 20 എത്രയാണ്? 40. സോ ഇതാണ് ആൻസർ. ഓക്കെ, എങ്ങനെയുണ്ട് സാധനം? അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോവാം. ഒരു വെസലിൽ 150 ലിറ്റർ മിക്സ്ചറുണ്ട്, മിൽക്കും വാട്ടറും. അതിനകത്ത് വാട്ടർ 40% X ലിറ്റർ മിക്സ്ചർ നമ്മൾ എടുത്തു. അതിൽ വാട്ടർ 12 ലിറ്ററാണ്. അതൊരു ബിയിലോട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് ഓൾറെഡി X ലിറ്റർ വാട്ടറുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിയിലുള്ള മിൽക്കിൻ്റെ വാട്ടറിൻ്റെ വ്യത്യാസം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 150 ലിറ്ററിൽ നിന്ന് നമ്മൾ X ലിറ്റർ സാധനം എടുത്തില്ലേ. 150 ലിറ്ററിനകത്ത് വാട്ടർ 40%. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എടുത്ത X ലിറ്ററിലും വാട്ടർ എത്ര ശതമാനമായിരിക്കും? 40% ആയിരിക്കും. അത് 12 ലിറ്ററാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ X എത്രയായിരിക്കും? 30 ലിറ്റർ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ എക്സിൻ്റെ വാല്യൂ 30 ലിറ്റർ. ആ 30 ലിറ്ററിൻ്റെ അകത്ത് വാട്ടർ 12 ലിറ്ററാണ്, ബാക്കി 18 ലിറ്റർ മിൽക്കായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ X ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ X ലിറ്റർ വെള്ളമുള്ള പാത്രത്തിനകത്തോട്ട് ഇത് ആഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 30 എന്നല്ലേ കിട്ടിയത്. അപ്പോൾ മൊത്തം എത്രയുണ്ട്? 42 വാട്ടറും 18 മിൽക്കും ഉള്ളത്. വ്യത്യാസം എത്രയാണ്? വ്യത്യാസം 24. എങ്ങനെയുണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ. ലെങ്ത്ത് ബ്രെഡ്ത്ത് റേഷ്യോ 3:2 ആണ്. ലെങ്ത്ത് 25% കൂടി, ബ്രെഡ്ത്തിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഏരിയ 24 മീറ്റർ സ്ക്വയർ കൂടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കി ലെങ്ത്ത് 25% കൂടിക്കഴിഞ്ഞാൽ നോക്കുകയാണെ ഏരിയയുടെ ഇക്വേഷൻ L/B എന്നല്ല കിടക്കുന്നത്. B കോൺസ്റ്റൻ്റ് ആണ്. ലെങ്ത്ത് അപ്പോൾ 25% കൂടിയാൽ ഏരിയയും 25% കൂടും. ഓക്കെ, അപ്പോൾ ഏരിയയിൽ എത്രയാണ് കൂടിയിരിക്കുന്നത്? 24 കൂടിയിരിക്കുന്നത്. അപ്പോൾ ഏരിയയിൽ 25% കൂടും, അതായത് 1/4 കൂടും. എത്രയാണ് കൂടിയിരിക്കുന്നത്? 24. അപ്പോൾ പണ്ടത്തെ ഏരിയ എത്രയാണ്? 24 4 96 ആണ്. ഈ 96 എന്ന് പറയുന്നത് 3x2 അല്ലെങ്കിൽ 3 പാർട്ട് ഇൻറ്റു 2 പാർട്ട്, അപ്പോൾ 6 പാർട്ട് സ്ക്വയർ എന്ന് വരും. അപ്പോൾ 1 പാർട്ടിൻ്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടും. 1 പാർട്ട് 4 ആണെങ്കിൽ ലെങ്ത്ത് 4 × 3 12 ആയിരിക്കും. എങ്ങനെയുണ്ട്? അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. ആവറേജ് കോസ്റ്റ് പ്രൈസ് ഓഫ് 2 ആർട്ടിക്കിൾ PQ 1350. 2 പ്രൊഡക്റ്റ്, അതിൻ്റെ ആവറേജ് കോസ്റ്റ് പ്രൈസ് 1350 ആണ്. അപ്പോൾ ആവറേജ് 1350 ആണെങ്കിൽ സം എത്രയായിരിക്കും? അതിൻ്റെ ഡബിൾ 2700. P വിറ്റത് 10% പ്രോഫിറ്റിലാണ്, അതുപോലെ Q വിറ്റത് 20% പ്രോഫിറ്റിലാണ്. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 3120 ആണ്. അപ്പോൾ P × 1.1 Q × 1.2 = 3120. Q 40% പ്രോഫിറ്റ് വിൽക്കുവാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം Qൻ്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ മേളത്തെ ഇക്വേഷൻ എല്ലാം 1.1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ 1.1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും 2970 എന്ന് വരും. വ്യത്യാസം എടുക്കുമ്പോൾ 0.1Q = ഇവിടുത്തെ വ്യത്യാസം 50 150 എന്ന് കിട്ടും. അപ്പോൾ Qയുടെ വാല്യൂ 1500. ഇതാണ് Qൻ്റെ CP. ഇനി ഇത് 40% പ്രോഫിറ്റ് വിൽക്കുമ്പോൾ ഉള്ള സെല്ലിംഗ് പ്രൈസ് വെച്ചിരിക്കുന്നത്. ഇതിന് 40% എന്ന് പറഞ്ഞാൽ 10% 150, 40% 600 ആഡ് ചെയ്യുമ്പോൾ 2100 എന്നിട്ട് 40% പ്രോഫിറ്റ് വിൽക്കുമ്പോൾ ഉള്ള സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. P ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 15000 + X. 4 മാസം കഴിഞ്ഞപ്പോൾ Q 40% തിരിച്ചെടുത്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ വന്ന പ്രോഫിറ്റ് 47,000 ആണ്. Qൻ്റെ ഷെയർ 22,000 ആണ്. ഓക്കെ, അങ്ങനെ 2x വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കാം. P ഇൻവെസ്റ്റ് ചെയ്ത പൈസ 15000. P 1 വർഷം മൊത്തം തന്നിട്ടുണ്ട്. Q എന്ന് പറയുന്ന ആൾ 15000 + X ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു 4 മാസം. പിന്നെ 15000 + Xൻ്റെ 40% തിരിച്ചെടുത്തു. ബാക്കിയുള്ളത് 60%. 60% എന്ന് പറഞ്ഞാൽ 3/5. അങ്ങനെ 4 മാസം കഴിഞ്ഞ് പിന്നെ ഒരു 8 മാസം കൂടെ. ഇതാണ് ഷെയർ. Pൻ്റെ ഷെയർ 25000, Qൻ്റെ ഷെയർ 22,000. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിനകത്ത് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും അതങ്ങ് സോൾവ് ചെയ്തേക്കാം. 4ൻ്റെ ഫാക്ടേഴ്സ് അങ്ങ് വെട്ടിക്കളയുക. അപ്പോൾ ഇവിടെ 3 എന്ന് വരും. 25 ഇവിടെ വിട്ടിയാൽ 4. അപ്പോൾ മേളിൽ 150 1800 എന്ന് വരും. ഇവിടെ 15000 + X പ്ലസ് 15000-ന് 3/5 പ്ലസ് അതുകൊണ്ട് 10000 + X അങ്ങ് കോമൺ എടുക്കുക. അതും കോമൺ എടുക്കുകയാണെങ്കിൽ 1 + 6/5 എന്ന് വരും. അതായത് 11/5 ഇൻറ്റു 11/5 മേലോട്ട് വിടാം = 1/22 എന്ന് വരും. ഇതിവിടെ 2 ടൈംസ് കിട്ടും. അപ്പോൾ
18,000 ഇസ് ഈക്വൽ ടു 15,000 പ്ലസ് എക്സ് എന്ന് വരും. എക്സിൻ്റെ വാല്യൂ 3000. അപ്പോൾ 2xൻ്റെ വാല്യൂ 6,000 കിട്ടും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോവാവേ. ഓക്കെ, ഒരാൾ എക്സിലും എക്സ് പ്ലസ് 400 പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും റേറ്റ് 10-12%. ആദ്യത്തേന്ന് 4 വർഷം കഴിഞ്ഞ്, അതുപോലെ രണ്ടാമത്തേന്ന് 2 വർഷം കഴിഞ്ഞ് ടോട്ടൽ ഇൻവെസ്റ്റ് 600 എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്കീമിൽ 10% ഇൻട്രസ്റ്റ് 4 വർഷം, അപ്പോൾ എക്സിൻ്റെ 40%. രണ്ടാമത്തെ സ്കീം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 400 ആണ്. അതിൽ 12% 2 വർഷം, അപ്പോൾ 24% ഈസ് ഈക്വൽ ടു 640. ഇത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സിൻ്റെ 40% പ്ലസ് എക്സിൻ്റെ 24%, അപ്പോൾ എക്സിൻ്റെ 64%. ഈ 400-ൻ്റെ 24% കണ്ടുപിടിക്കണം. 400-ൻ്റെ 24% എന്ന് പറഞ്ഞാൽ 80, 16, 96. അതവിടെ കൊണ്ടായി കുറയുമ്പോഴത്തേനും 96 4 അടയുമ്പോഴത്തേനും 100 ആവും. പിന്നെ ഒരു 540 കൂടെ വേണം. ഓക്കെ, അപ്പോൾ 547 അവിടെ വരുന്നത്. 64 നേരെ അവിടെ വെട്ടുമെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ 8 എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഓക്കെ, നമുക്ക് 8 വെച്ചൊന്ന് വെട്ടി നോക്കാം. ഓക്കെ, 8 വെച്ച് വെട്ടുമ്പോൾ 8 × 8 67, 6 × 8 48, 48 6 68. 8 വീണ്ടും വെട്ടിയാൽ 8 64, പിന്നെ 4 0.5 ആണ്. അപ്പോൾ എക്സിൻ്റെ 1% 8.5. അപ്പോൾ എക്സിൻ്റെ 100% എന്ന് പറഞ്ഞാൽ 850. അതാണ് 100%. 1% 10% 85, 100% 850. ഇതാണ് എക്സിൻ്റെ വാല്യൂ. ഓക്കെ, അടുത്തിലോട്ട് പോകാം. ഓക്കെ, എ ബി സി ഒരുമിച്ചാണെങ്കിൽ 16 ആൻഡ് 4/11 ഡേയ്സ് കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ 176, 180/11 ഡേയ്സ്. എ ബി ഒരുമിച്ചാണെങ്കിൽ 20 ദിവസം. സി ഒറ്റയ്ക്കാണ് എത്ര ദിവസം കൊണ്ടാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റയ്ക്കുള്ള ചോദിച്ചാൽ പ്രൊഡക്റ്റ് ബൈ ഡിഫറൻസ് ആണ് ടെക്നിക്ക്. അപ്പോൾ 180/11 × 20 അതാണ് പ്രൊഡക്റ്റ്. ഡിഫറൻസ് പറയുമ്പോഴത്തേനും 20, 16 ആൻഡ് 4/11 അല്ലേ. അപ്പോൾ 4 അല്ല 3 ആൻഡ് 6/11. അപ്പോൾ 33, 6, 40/11. ഓക്കെ, 2 90. അപ്പോൾ സിക്ക് ഒറ്റയ്ക്ക് വർക്ക് തീർക്കാൻ 90 ഡേയ്സ് വേണം. അപ്പോൾ 60% വർക്ക് തീർക്കാൻ 90-യുടെ 60%. 90-യുടെ 60% പറഞ്ഞാൽ 54. അതാണ് ആൻസർ. നമ്മളിതെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും ഒരുമിച്ചുള്ള ടൈമുണ്ട്, എ ഒറ്റയ്ക്കുള്ള ടൈമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ടൈം കിട്ടാൻ വേണ്ടി ഈ കിടക്കുന്ന 2 നമ്പറിനെ പ്രൊഡക്റ്റ് ബൈ ഡിഫറൻസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എ ബി സി ആണ് ഒരുമിച്ച്, എ ബിയുടെ ടൈം തന്നിട്ടുണ്ട്. സിയുടെ മാത്രമായിട്ട് കിട്ടാൻ വേണ്ടി ഈ 2 നമ്പേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് ബൈ ഡിഫറൻസ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിയുടെ ടൈം കിട്ടി 90. അങ്ങനെയാണെങ്കിൽ 60% വർക്ക് തീർക്കാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചിരിക്കുന്നത്. വർക്ക് 60% ആയാൽ സമയവും 60% മതി. അങ്ങനെയാണ് 54 നമുക്ക് ആൻസർ കിട്ടുന്നത്. അടുത്തിലോട്ട് പോവാം. റേഷ്യോ ഓഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് പെൻ ടു പെൻസിൽ 3:4. പെൻ ടു പെൻസിൽ സി പിയുടെ റേഷ്യോ 3:4 ആണ്. രണ്ടും 20% എബോവ് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ടിലും 10% ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ മൊത്തം ഏൺഡ്, അതായത് 2.8 പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സി പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇവരുടെ ടോട്ടൽ സി പിയുടെ ഇവരുടെ ടോട്ടൽ സി പിനെ 20% മേളിൽ മാർക്ക് ചെയ്തതിന് ശേഷം 10% ഡിസ്കൗണ്ട് രണ്ടിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റാണ് 2.8 അല്ലേ. അപ്പോൾ 20% കൂട്ടിയിട്ട് 10% കുറയുമ്പോഴത്തേനും മൊത്തത്തിൽ എത്ര ശതമാനം ചേഞ്ച് വന്നു കണ്ടുപിടിച്ചാൽ പോരെ. അതെങ്ങനെയാണ്? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 എന്നൊരു ഇക്വേഷൻ അല്ലേ. അപ്പോൾ 20 - 10 -20 × 10/100. അപ്പോൾ 10 - 2 8%. അപ്പോൾ മൊത്തം 8% മാർജിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടലിൻ്റെ 8% 2.8. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 280/8 324 35. ഇതാണ്
ടോട്ടൽ സി പി ഇതിനെ 3:4 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുക. 7, 5 അപ്പോൾ 15, 20 കിട്ടും. രണ്ടിടത്തിൻ്റെ സി പി. പെൻ 15, പെൻസിൽ 20 രൂപ. പെൻ 15 ഇതാണ് ആൻസർ. ഓക്കെ, എങ്ങനെയുണ്ട് സാധനം? നമ്മൾ ജസ്റ്റ് നെറ്റ് പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ നമ്മളതിന് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അടുത്തതിനകത്തോട്ട് പോകും. X men can do a work in X minus 28 days. X men can do a work in X minus 28 days, while X plus 12 number of men can do the same work in X minus 32 days. Find 3/4 X men can together do the same work in how many days? M1 D1 equal to M2 D2. Okay, cross multiply നോക്കി. X square minus 28x is equal to X square plus 12x minus 32x. അപ്പോൾ minus 20x minus 32 × 12 320 64 384. എക്സ് സ്ക്വയറും കട്ടായി പോയി. minus 28x minus 20x 8x is equal to 384. x is equal to 8 വെട്ടിയാൽ 4 8 32 6 48 നെട്ട് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ എടുക്കാം. 48 പേർക്ക് എക്സ് മൈനസ് 28 20 ദിവസം വേണം വർക്ക് തീർക്കാൻ. ഇതേ വർക്ക് 3/4 എക്സുകാർക്ക് എത്ര ദിവസം വേണം അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതും പോയി 80/3 കിട്ടും ആൻസർ. ഓക്കെ, 80/3 ഡേയ്സ്. M1 D1 ഈക്വൽ ടു M2 D2. അടുത്ത ക്വസ്റ്റ്യൻ. എ ബോട്ട് കവർ 22.4 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 48 മിനിറ്റ്. 22.4 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകാൻ 48 മിനിറ്റ് വേണം. സ്ട്രീമിൻ്റെ സ്പീഡ് ബോട്ടിൻ്റെ സ്പീഡിൻ്റെ 40% അപ്പോൾ ബോട്ട് ബൈ സ്ട്രീം റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 40% പറഞ്ഞാൽ 2/5 അല്ലേ. ഇത് 5 ആണെങ്കിൽ ഇത് 2 ആണ്. അപ്പോൾ ഡൗൺ സ്ട്രീം ബൈ അപ്പ് സ്ട്രീം റേഷ്യോ എന്ന് പറയുന്നത് 7/3 ആയിരിക്കും. നമുക്കിന് വേണ്ടത് ബോട്ട് 54 കിലോമീറ്റർ അപ്പ് സ്ട്രീമിൽ പോകാനുള്ള ടൈമും 210 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാനുള്ള സമയം തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എടുക്കുക ബൈ ടൈം. ഇതെല്ലാം റേഷ്യോ ആയതുകൊണ്ട് എക്സാക്റ്റ് കണ്ടുപിടിക്കുകയൊന്നും വേണ്ട, ഇത് നേരെ വെട്ടി സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മേളിൽ 18 താഴെ 30 6 വെച്ച് കിട്ടുകയാണെങ്കിൽ 3/5 എന്ന് വരും ആൻസർ. ഓക്കെ, യെസ്, എങ്ങനെയുണ്ട് സാധനം? അടുത്തതിനകത്തോട്ട് പോവാം. സം ഓഫ് ലെങ്ത് ഓഫ് 2 റെക്റ്റാങ്കിൾസ് 40 സെൻറ്റിമീറ്റർ. ലെങ്ത്തുകളുടെ സം 40, ബ്രെഡ്ത്ത് 16ഉം 12ഉമാണ്. രണ്ടിൻ്റെ ഏരിയയുടെ റേഷ്യോ 8:3 ആണെങ്കിൽ പെരിമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പെരിമീറ്ററിലുള്ള വ്യത്യാസം കിട്ടണമെങ്കിൽ രണ്ടുപേരുടെ പെരിമീറ്ററിലുള്ള വ്യത്യാസമാണ്. അതെന്തായാലും കാൽക്കുലേറ്റ് ചെയ്താൽ പറ്റത്തില്ലല്ലേ. അപ്പോൾ ഏരിയകളുടെ റേഷ്യോ നമ്മുടെ കയ്യിലുണ്ടല്ലേ. അപ്പോൾ ആദ്യത്തവൻ്റെ ലെങ്ത്ത് എക്സ് ആണെങ്കിൽ മറ്റവൻ്റെ ലെങ്ത്ത് 60 മൈനസ് എക്സ് ആയിരിക്കും. ഇവൻ്റെ ബ്രെഡ്ത്ത് 8 പാർട്ടാണെങ്കിൽ ഇവൻ്റെ ബ്രെഡ്ത്ത് 3 പാർട്ടാണ്. സോറി മാറിപ്പോയി. ആദ്യത്തവൻ്റെ ബ്രെഡ്ത്ത് 16ഉം രണ്ടാമത്തവൻ്റെ ബ്രെഡ്ത്ത് 12ഉം. രണ്ടിൻ്റെ ഏരിയകളുടെ റേഷ്യോ 8:3. ഓക്കെ, അപ്പോൾ 8 വെട്ടിയാൽ 2, ഇത് വെട്ടിയാൽ 4. അപ്പോൾ x/60 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 2/1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ വരും? എക്സ് ഇസ് ഈക്വൽ ടു 120 മൈനസ് 2x, 3x ഇസ് ഈക്വൽ ടു 120, എക്സ് ഇസ് ഈക്വൽ ടു 40 എന്ന് വരും. ഓക്കെ, നമുക്കിനി പെരിമീറ്ററിൻ്റെ വ്യത്യാസം വേണ്ട. പെരിമീറ്റർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പെരിമീറ്റർ ഇപ്പോൾ കണ്ടുപിടിക്കണം. ആദ്യത്തവൻ്റെ ലെങ്ത്ത് 40, ബ്രെഡ്ത്ത്
16. രണ്ടാമത്തവൻ്റെ ലെങ്ത്ത് 20, ബ്രെഡ്ത്ത് 12. 2 ടൈംസ് ഓഫ് L പ്ലസ് ബി, 2 ടൈംസ് ഓഫ് L പ്ലസ് ബി. അപ്പോൾ 56ൻ്റെ ഇരട്ടി 112, 32ൻ്റെ ഇരട്ടി 64. വ്യത്യാസം എടുക്കുമ്പോൾ 7, 4, 48 വരും ഇവരുടെ പെരിമീറ്ററുള്ള വ്യത്യാസം. ഓക്കെ, അടുത്തിലോട്ട് പോകാം. ഓക്കെ, ഒരാൾ 47,000 നിന്ന് കുറച്ച് പൈസ എടുത്ത് സിമ്പിൾ ഇൻട്രസ്റ്റിലും ബാക്കി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് 12% 2 വർഷം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് 15% 2 വർഷം. രണ്ടിൽ നിന്ന് കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മറ്റേതിനേക്കാളും 532.5 കൂടുതലാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്രയെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത എക്സ്, മറ്റേ ഇൻവെസ്റ്റ് ചെയ്ത വൈ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 47,000. ഓക്കെ, ഇനി എക്സിൻ്റെ 24%, വൈയുടെ 15% വെച്ച് 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ 15 + 15 + 15ൻ്റെ സ്ക്വയർ ബൈ 100. അപ്പോൾ 30, 2.25, 32.25%. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യുമല്ല വേണ്ടത്. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതിൽ നിന്ന് ഈ സാധനം മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് 532.5 എന്നാണ്. ഈ പേഴ്സൻ്റ് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ സക്സസ് ഇൻക്രീസ് ആണ്. 15% വെച്ച് 2 തവണ സക്സസ് ഇൻക്രീസ് നടന്നു കഴിയുമ്പോൾ മൊത്തത്തിലുള്ള പേഴ്സൻറ്റേജ് ചേഞ്ച് എടുത്താൽ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ സിയുടെ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് കാണണേ. യെസ്, നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം എക്സിന് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിനെല്ലാത്തിനെയും 24% വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും 24% വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 47, 24, 2, 16, 14, 32, 3, 11, 1128, 1128, 0. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വൈയുടെ 56.25% ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സമ്മ 0.5, 2, 8, 3, 11, 1, 3, 6, 16, 532 മാറിപ്പോയല്ലോ. അവസാനം 0.5, 2, 8, 3, 11, ശിഷ്ടം 1, 5, 2, 7, 1, 8. ഓക്കെ, 118, 12.5 എന്ന് വരും. ഓക്കെ, ഈ പെർസെൻറ്റേജ് 56.25% എന്ന് പറഞ്ഞാൽ 50%, അതായത് 1/2 + 6.25%. 6.25% എന്ന് പറഞ്ഞാൽ 12.5ൻ്റെ പകുതി, അത് 1/8 ആണ്. സോ 1/16 ആഡ് ചെയ്യുമ്പോഴത്തേനും 18/2 × 16, അതായത് 9/16 എന്ന് വരും. ഓക്കെ, അപ്പോൾ y × 9/16 ആണ് ഈ കിടക്കുന്ന 1181, 2.5. അത് നമുക്കൊരു കാര്യം ചെയ്യാം. 16, 9 വെച്ചങ്ങ് വെട്ടിയാലോ. 9 വെച്ചങ്ങ് വെട്ടുവാണെങ്കിൽ 9, 2, 9, 4, 5. ഇനി ഇത് ഇൻറ്റു 16 ചെയ്യണം. അപ്പോൾ 13125 പ്ലസ് ഇത് ഇൻറ്റു 6 എന്ന് പറയുമ്പോഴത്തേനും പോയിൻറ്റിന് ശേഷം 0 ആണ്. 6, 2, 12, 3, 15, ശിഷ്ടം 1, 1, 6, 1, 7, 3, 18, 1, 7, 7875. അടുത്തതിന് 0, 7, 9, 10, ശിഷ്ടം 1, വീണ്ടും 0, വീണ്ടും 0, 14, 7, 21. 21,000 കിട്ടും ആൻസർ. ഇത്രയും കാൽക്കുലേറ്റീവ് ആട്ടോ, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് കൊണ്ടുപോയി ചെയ്യുക. ആദ്യം ഒന്നും തൊടാൻ നിൽക്കരുത്, ലാസ്റ്റ് കൊണ്ടുപോയി ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആവറേജ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ABC 29. അപ്പോൾ ABCയുടെ സം എന്ന് പറഞ്ഞാൽ 87 എന്ന് വരും. A is 2 years less than B, B is 8 years less than C. അപ്പോൾ C, P 8 less than C, C minus 8. A 2 less than B, C minus 10. C plus C plus C, 3C minus 18 ആണ് 87. 3Cയുടെ വാല്യൂ 90, 105. സിയുടെ വാല്യൂ 35 എന്ന് വരും. സിയുടെ വാല്യൂ 35 ആണെങ്കിൽ C minus 10, 25 എയുടെ ഏജ്. എങ്ങനെയുണ്ട്? അടുത്തലോട്ട് പോകാം.
train A can cross a pole 200 meter platform in 60 and 24 seconds respectively. Okay, fine, taken by A to cross another train B which length is 480 running at a speed of 108 in opposite direction. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ലെങ്ത്തും നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡും കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മുടെ ട്രെയിനിൻ്റെ ലെങ്ത്ത് കവർ ചെയ്യാൻ 16 സെക്കൻഡ് മതി. നമ്മുടെ ട്രെയിനിൻ്റെ ലെങ്ത്ത് കവർ ചെയ്യാൻ 16 സെക്കൻഡ് മതി. കാരണം പോൾ ക്രോസ് ചെയ്യാൻ 16 സെക്കൻഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത്ത് കവർ ചെയ്യാൻ 16 സെക്കൻഡ് മതി. ഒരു 200 മീറ്ററുള്ള പ്ലാറ്റ്ഫോം ക്രോസ് 24 സെക്കൻഡ് വേണം. അപ്പോൾ നോക്കിക്കോണേ, ട്രെയിനിൻ്റെ ലെങ്ത്ത് കവർ ചെയ്യാൻ 16 സെക്കൻഡും 200 മീറ്ററും കൂടെ എക്സ്ട്രാ കവർ 24 സെക്കൻഡും. അതിനർത്ഥം ആ 200 മീറ്റർ കവർ ചെയ്യാൻ നമുക്ക് 8 സെക്കൻഡ് മതി എന്നാണ്. ഓക്കെ, 8×2 16, 4 25. അപ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ സ്പീഡ്. അതാണ് നമ്മുടെ സ്പീഡ്. ഇതിനിപ്പോൾ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റുവാണെങ്കിൽ ഇൻറ്റു 18/5, അപ്പോൾ 5 40 90 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും നമ്മുടെ സ്പീഡ്. ഇനി നമ്മുടെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 സെക്കൻഡാണ് ലെങ്ത്ത് കവർ ചെയ്യുന്നത്. 25×16 ഇതായത് 4, അപ്പോൾ 400 മീറ്റർ എന്ന് കിട്ടും നമ്മുടെ ട്രെയിനിൻ്റെ ലെങ്ത്ത്. ഇനി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇവൻ ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്. അപ്പോൾ 400 + 450 850 മീറ്റർ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ല. അപ്പോൾ 108 90 കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ 198. നമുക്ക് സെക്കൻഡിലാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് 5/18 കൺവേർട്ട് ചെയ്യാം. ഹോൾ നമ്പർ വരണമെന്നാണ്. നോക്കാം, 11 വെച്ച് വെട്ടുവാണെങ്കിൽ 18, അപ്പോൾ ഇവിടെ 80. 9 അല്ലല്ലേ, ഇതൊന്നും പോയല്ലോ. 80/15 ചെയ്താൽ 16 സെക്കൻഡ് കിട്ടും ആൻസർ. ഓക്കെ, യെസ്, അടുത്തിലോട്ട് പോവാം. ഓക്കെ, ഒരാൾ എത്രയാണ്ടോ എമൗണ്ട് 6% സിമ്പിൾനെസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു 8 വർഷം, സ്കീം എക്സ്. ഇയാൾ സെയിം എമൗണ്ട് R+4% സിമ്പിൾനെസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു സെയിം പീരീഡ് ഇൻ സ്കീം വൈ. അപ്പോൾ സെയിം എമൗണ്ട് R+4 വൈ മോർ ദാൻ ദാറ്റ് ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ എമൗണ്ട് 6% ഇൻവെസ്റ്റ് ചെയ്തു 8 വർഷം. പിന്നെ നമ്മുടെ ഇതേ എമൗണ്ട് R+4 ഇൻവെസ്റ്റ് ചെയ്തു 8 വർഷം. രണ്ടിൻ്റെ വ്യത്യാസം 1152 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും 8 വർഷമല്ലേ, രണ്ടും 8 വർഷം. റേറ്റ് R+4, വ്യത്യാസം എത്രയാണ്? 4%. ഇതാണ് 1152. ഓക്കെ, ഇതങ്ങ് വെട്ടി സോൾവ് ചെയ്താൽ മതി. 8 പോയാൽ 32, 3 4, 4 വെട്ടുവാണെങ്കിൽ 4 3 12, 4 × 6 26. 36 എക്സിൻ്റെ 1%. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 3600. ഓക്കെ, 6 എന്ന് പറഞ്ഞ സാധനം നമ്മൾ കോമൺ എടുത്ത് കഴിയുമ്പോഴത്തേനും അതങ്ങ് ക്യാൻസലായി പോകും. ഓക്കെ, അല്ലെങ്കിൽ വ്യത്യാസം എടുക്കുമ്പോഴത്തേനും അതങ്ങ് ക്യാൻസലായി പോകും. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 3600 ആണ് ആൻസർ. അടുത്തലോട്ട് പോവാം. എ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 1200 കിട്ടു. കുറച്ചാളിപ്പോൾ ബി ജോയിൻ ചെയ്തു, 3600. 2 മാസം കൂടെ കഴിഞ്ഞപ്പോൾ സി വന്നു, 2800. ആനുവൽ പ്രോഫിറ്റ് ഓഫ് എ ആൻഡ് ബി ആർ ഈക്വൽ. ദെൻ ഹൗ മെനി മന്ത്സ് സി ഇൻവെസ്റ്റഡ് ഹിസ് മണി. ഓക്കെ, എ 1200 ഇൻവെസ്റ്റ് ചെയ്തത്, ബി ഇൻവെസ്റ്റ് ചെയ്തത് 3600. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ 1:3 ആണ്. ഇവരുടെ പ്രോഫിറ്റ് റേഷ്യോ 1:1 ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടൈം റേഷ്യോ 3:1 ആയിരിക്കണ്ടേ. 3:1 ആണ് ഇവരുടെ ടൈം റേഷ്യോ. ഓക്കെ, ആഫ്റ്റർ ഹൗ മെനി മന്ത്സ് ഈ ഇൻവെസ്റ്റേഴ്സ് മണി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ പെട്ടെന്ന് തരും. കാരണം എ എന്ന് പറയുന്ന ആൾ 3 പാർട്ടാണ്. എ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഉണ്ട്. ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് 12 മാസമാണ്. അപ്പോൾ ഇതെത്രയാണ്? ഇത് 4 മാസം. അപ്പോൾ ഈ ബി ആകപ്പാട് 4 മാസമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ ആണോ?
അപ്പോൾ അയാൾ വന്നത് എപ്പോഴാണ്? ആദ്യത്തെ 8 മാസത്തിന് ശേഷമാണ് ഇയാൾ വന്നത്. ഓക്കെ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് ഇയാൾ വന്നത്. ഓക്കെ, 2 മാസം കൂടെ കഴിഞ്ഞ പിന്നെയാണ് സി വന്നത്. അപ്പോൾ സി വന്നത് എത്ര മാസമാണ്? 10 മാസത്തിന് ശേഷമാണ് സി വന്നത്. അപ്പോൾ സി മൊത്തം എത്ര നാൾ ബിസിനസ്സിൽ നിന്നിട്ടുള്ളൂ? 2 മാസം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഞാനിവിടെ എയുടെയും ബിയുടെയും കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ 1:3 ആണ്. അവരുടെ പ്രോഫിറ്റ് റേഷ്യോ 1:1 ആയതുകൊണ്ട് ടൈം റേഷ്യോ 3:1 ആയിരിക്കണം. അപ്പോൾ 12 മാസം നിന്നിട്ടുണ്ട്, ഇയാൾ 4 മാസം നിന്നിട്ടുള്ളൂ. അതായത് 9, 10, 11, 12 ആദ്യത്തെ 8 മാസം വരെ ബി അവിടെ ഇല്ല. 9, 10, 11, 12 ഈ 4 മാസങ്ങളിൽ ബി അവിടെയുള്ളൂ. ഓക്കെ, അപ്പോൾ ബി വന്നതിന് ശേഷം വീണ്ടും 2 മാസം കൂടെ കഴിഞ്ഞ പിന്നെയാണ് സി വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ 1 വർഷം കൂടെ ആവാൻ 2 മാസമല്ലേ ബാക്കിയുള്ളൂ. ആ 2 മാസമേ സി അവിടെ ഉള്ളൂ. അതാണ് ആൻസർ. ഓക്കെ, അടുത്തിലോട്ട് പോകും. ഒരു വെസൽ മിൽക്ക് വാട്ടർ റേഷ്യോ 5:2 ആണ്. 40 ലിറ്റർ മിക്സ്ചർ മാറ്റി 30 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. ഇപ്പോൾ മിൽക്ക് വാട്ടർ റേഷ്യോ 7:6 ആണ്. ഇനീഷ്യലി ക്വാണ്ടിറ്റി ഓഫ് മിക്സ്ചർ ഇൻ ദ വെസൽ, അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി എത്ര ലിറ്റർ സാധനം ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ഓക്കെ, ആദ്യത്തെ റേഷ്യോ 5:2 ആണ്. ഇതിൽ നിന്ന് 42 ലിറ്റർ മാറ്റും, അപ്പോൾ റേഷ്യോ സെയിം തന്നെയാണ്. ഇതിനകത്തോട്ട് 32 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യും, അപ്പോൾ റേഷ്യോ 7:6 ആണ്. ഈ സിറ്റുവേഷൻ കമ്പയർ ചെയ്യുമ്പോൾ മിൽക്കിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ അത് സെയിം ആക്കുന്നത് എങ്ങനെയാണ്? 35, 14, 35, 30. ഓക്കെ, ഇവിടെ എത്ര പാർട്ട് ആടായി? 16 പാർട്ട് ആടായി. 16 പാർട്ട് 32 ലിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം എത്ര ഉണ്ടാവും? 16 പാർട്ട് 32 ലിറ്റർ. അപ്പോൾ ഒരു പാർട്ട് 2 ലിറ്റർ അല്ലേ? 35, 14 ആഡ് ചെയ്യുമ്പോൾ 40, 49. ഓക്കെ, 49 പാർട്ട് ഇൻറ്റു 2, അതായത് 80, 18, 97 ലിറ്റർ സാധനം ഇവിടെ ഉണ്ട്. മേളിലുണ്ടായിരുന്നതിനേക്കാൾ 42 കുറവല്ലേ ഇവിടെ? അപ്പോൾ മേളിലത്തെ ടോട്ടൽ എത്ര? 42 + 98, 130, 140 ലിറ്റർ എന്നിട്ടും ആൻസർ. ഓക്കെ, യെസ്, മിക്സ്ഡ് ആൻഡ് ഡെലിഗേഷനകത്ത് റേഷ്യോസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് 2 സർക്കിൾ x and y is 3:4. സം ഓഫ് സർക്കംഫറൻസ് ഓഫ് x and ഡയമീറ്റർ ഓഫ് സർക്കിൾ y is 188. ഓക്കെ, റേഷ്യോ ഓഫ് സൈഡ് ഓഫ് എ സ്ക്വയർ ടു ദ സം ഓഫ് റേഡിയസ് ഓഫ് സർക്കിൾ x and y is 8:7. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ. ഓക്കെ, അപ്പോൾ റേഡിയസുകളുടെ റേഷ്യോ 3:4 ആണ്. അപ്പോൾ റേഡിയസ് 3x-ഉം 4x-ഉം ആണെന്ന് വിചാരിക്കുക. സം ഓഫ് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എക്സ്, സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2 pi into 3x പ്ലസ് ഡയമീറ്റർ ഓഫ് സർക്കിൾ y. ഡയമീറ്റർ ഓഫ് സർക്കിൾ y എന്ന് പറഞ്ഞാൽ 8x ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 188. 2 pi എന്ന് പറഞ്ഞാൽ 2 × 22/7. അപ്പോൾ 6 × 22, 132, 8x-ഉം അപ്പോൾ ആഡ് ചെയ്യുമ്പോഴത്തേനും = 188 ആണ്. 56, 188x/7 = 188. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 7 നേടും. ഓക്കെ, നമുക്ക് സ്ക്വയറിൻ്റെ പെരിമീറ്ററാണ് വേണ്ടത്. റേഷ്യോ ഓഫ് സൈഡ് ഓഫ് ദ സ്ക്വയർ ടു സം ഓഫ് റേഡിയസ് ഓഫ് സർക്കിൾ x and y ഈസ് 8/7. അപ്പോൾ 7 പാർട്ട് എന്ന് പറയുന്നത് ഇവരുടെ റേഡിയസുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ 7 × 7 49. 7 പാർട്ട് 49 ആണെങ്കിൽ ഒരു പാർട്ട് 7. അപ്പോൾ ഇത് എത്രയാണ്? 56. അപ്പോൾ അവൻ്റെ പെരിമീറ്റർ 56 × 4, 400. 4 ചെയ്യുമ്പോൾ 224 എന്നൊരു ആൻസർ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന 20 ക്വസ്റ്റ്യൻസ്. എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതുവരെ കാണാത്ത കൺസെപ്റ്റുകളുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോസ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് എല്ലാ ടോപ്പിക്കിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി
നിങ്ങൾ ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ എല്ലാ ടോപ്പിക്സും ഒരു റൗണ്ടെങ്കിലും പഠിച്ച് കംപ്ലീറ്റഡ് ആണെന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ MCQ ക്വസ്റ്റൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റനിലും എല്ലാ ചാപ്റ്ററിലെ കൺസെപ്റ്റുകൾ പറയാൻ തന്നെ നടക്കത്തില്ല. കാരണം 20 ക്വസ്റ്റൻ ചെയ്യാൻ തന്നെ അപ്പോൾ കണ്ടുപോകാൻ സമയമെടുക്കും. ഓക്കെ, സോ നിങ്ങൾ ടോപ്പിക്സ് എല്ലാം പ്രോപ്പറായിട്ട് പഠിച്ച് അതിനുശേഷം MCQൻ്റെ വീഡിയോസ് കാണുക. ഓക്കെ, ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസ് തന്നെ കണ്ടു പഠിക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ എങ്ങനെയാണെങ്കിലും കൺസെപ്റ്റുകൾ പഠിച്ചാൽ മതി. എവിടെ നിന്ന് പഠിച്ചാലും കൺസെപ്റ്റുകളൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ബട്ട് എല്ലാ കൺസെപ്റ്റുകളും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വരുവാൻ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.